എന്റെ കലാജീവിതം തകർത്തളഞ്ഞ ദ്രോഹി. നീ ഒരുത്തിക്കാരനെ ഷൂട്ടിംഗ് മുടങ്ങി എന്റെ എത്ര രൂപ നഷ്ടമെന്നറിയോ? നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ജാൻസി നീ ആ ചതി എന്നോട് കാണിച്ചത്? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ! പിതാവായ ദൈവമേ, അങ്ങയെ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ മുഖത്ത് ഇതാ വന്നു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ ഒരു കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടേക്ക് എറിഞ്ഞു കൊടുക്കും. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കന്റെ കാര്യമായി പറയുന്നേ? നിനക്കെന്താ നെഞ്ചുവേന ഉണ്ടോടാ? ആ, ഇടയ്ക്കിടയ്ക്ക് തോമേണ്ണ കാണുമ്പോ പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ. വെറുതെ അല്ലല്ലോ, ഇരുന്നിട്ടല്ലേ. അയ്യോ, കാശ് എടുക്കല തോമേട്ട, എനിക്ക് കറണ്ട് അടയ്ക്കലത്. അപ്പം വഴക്ക് പറയും. അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ് വേണ്ട, ഞാൻ എഴുതി എത്തിച്ചോളാം. വെരി ഗുഡ്. ഇതിലെന്താണ് അത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ള് മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ. ഓസാണെങ്കിൽ എന്താ ഗ്യാസ് ഓക്കെ അല്ലേ? ഓക്കെ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആണോ? ഡോക്ടർ പിഷാരടി MBBS. നല്ല കൈപ്പിനുള്ള ആളാണോ? ഒരു മിനറൽ വാട്ടർ. ഒരു മിനറൽ വാട്ടർ. 15 രൂപ. ഏയ്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാശാ. ഡോക്ടറോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? ഏയ്, അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ച എന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും. അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ TV പിടിച്ച് തരാനുള്ള പാകം എനിക്കില്ല. എന്നാലും ആയതുപോലെ ചെയ്തോളാം. ഒന്ന് ഉത്സാഹിക്കണേ. ഞാനിപ്പോ വരാ. അപ്പൊ തന്നെ മോനൊരു കുഞ്ഞു പെട്ടിയെടുത്ത് വഞ്ചി കുത്തിക്കളി. ഡേ, കൊച്ചിന് പെട്ടിയെടുത്ത്. ഒന്നും രണ്ടും അല്ല, ഈ മാസം വാടകയും കൂട്ടി 4 മാസം വാടക താൻ തരാനുള്ളത്. ഓ, എന്റെ ചേട്ടത്തി എല്ലാം കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും തരാം. എപ്പോഴെങ്കിലും തരാന്നോ? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവർക്കും ഉണ്ട് സുധാകര. ചേട്ടത്തിയുടെ കഷ്ടപ്പാട് ചേട്ടത്തി സ്വയം ക്ഷണിച്ചു വരുത്തിയതല്ലേ? അല്ലെങ്കിൽ ഇട്ടിച്ചല ബംഗ്ലാവില് നല്ല മഹാറാണിയായിട്ട് കഴിയായിരുന്നില്ലേ? ഈ മാസം തന്നെ മര്യാദയ്ക്ക് കട കഴിഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചോണം. ഓ പിന്നെ, ഒഴിയാൻ പറയുമ്പോഴേക്കും ഞാൻ ഒഴിയാൻ നിൽക്കല്ലേ? അയ്യോ, പറഞ്ഞു തീർന്നില്ല. ദേ, കടയൊഴിപ്പിക്കാൻ കുഞ്ഞാട് വരുന്നുണ്ട്. അവനിപ്പൊ എന്നെ അങ്ങ് തല്ലി ഇറക്കും. പരിഹസിക്കണ്ട, നിന്നെ ഒഴിപ്പിക്കാൻ ഈ മേരിക്കുട്ടി തന്നെ ധാരാളം. 31-ാം തീയതി കട കഴിഞ്ഞ് താക്കോലിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂടറിയുന്നി. ഓ, ഈ പ്രായത്തിൽ എന്നാ ചൂടറിയാനാ? കുറച്ചുകൂടി പ്രായം കുറവായിരുന്നെങ്കിൽ നോക്കാൻ. എന്താടാ പറഞ്ഞേ? അമ്മച്ചി വേണ്ട, അയാള് വിട്ടേക്ക്. ഒന്നും ചെയ്യില്ലട്ടാ. നീ ചെവിയിൽ നുള്ളിക്കോ സുധാര. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റൂ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിയമം കോടതിയുണ്ട്. അമ്മച്ചി ആവേശത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മച്ചി ഓരോന്ന് പറഞ്ഞ് അയാൾക്ക് വല്ല ദേഷ്യം വന്നിട്ട് എനിക്കിട്ടായിരിക്കും കിട്ടണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം അത്. എപ്പോ നോക്കിയാലും ആളുകൾ മുഴുവൻ എനിക്കിട്ടാണ് ഇരിക്കുന്നത്. നീ ഇങ്ങനെ ഒരു പാവത്താനായതുകൊണ്ടാ അവനൊക്കെ ഇത്ര അഹങ്കാരം. ഓ, ഞാനൊരു തല്ലുപിടുത്തക്കാരനാവാത്തതാ ഇപ്പൊ കുറ്റമായി പോയത്. അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം ഞാൻ വല്ല കൊട്ടേഷനായി മാറൂട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജോസ്മോൻ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയല്ലോ. അല്ലെങ്കിലും 12-ാം വയസ്സിൽ ഒളിച്ചോടി പോയ മോനോടാ അമ്മച്ചിക്ക് സ്നേഹം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ധൈര്യമില്ലാത്തവനാ. സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം അമ്മച്ചി. പക്ഷെ പ്രവർത്തിയോട് അടുക്കുമ്പോഴേക്കും ധൈര്യം ഒക്കെ ചോർന്നു പോവും. എല്ലാം ശരിയാവും. അമ്മച്ചി നോക്കിക്കോ. അമ്മച്ചി മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സുധാകരനോടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെ പറഞ്ഞത്? റോഡാകുമ്പോ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. അതല്ല, കുണ്ടുകുഴിയച്ച അന്വേഷിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി നടന്നോ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. സുഖമൊരു ബിന്ദു. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചലിലാക്കാൻ നോക്കുന്നോ?
എന്റെ കർത്താവേ. അളിയോ ഇപ്പോഴും അളിയന്റെ മനസ്സിൽ നിന്ന് മേരിക്കുട്ടി പോയിട്ടില്ലല്ലോ. എങ്ങനെ പോവാനാ ചവരോ? കല്യാണത്തലേ നീ കൈവെള്ള എന്നല്ലേ ദൈവം തമ്പുരാൻ അവളെ തട്ടിത്തെറിപ്പിച്ചത്. അതങ്ങനെ ദൈവത്തിന് നിരക്കാത്ത പണിയല്ലയോ കാണിച്ചു. വീട്ടുവേലക്കാരിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാനും നിന്നെ പോലുള്ള ഊച്ചാളികളെ അളിയാന്ന് വിളിക്കാനുമാണ് എന്റെ വിധി. നന്നായി പോയി. മേരിക്കുട്ടിയുമായി ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ വേലക്കാരത്തേക്ക് വയറ്റിലുണ്ടാക്കാൻ പോകുമായിരുന്നു. നല്ല സദ്യ ഉണ്ണായിരിക്കുമ്പോ കട്ട് കപ്പ പറിക്കാൻ പോയി എങ്ങനെ ഇരിക്കും? എന്റെ പെങ്ങള് ബുദ്ധിമതിയായതുകൊണ്ട് മേരിക്കുട്ടിയോട് ചെന്ന് കാര്യം പറഞ്ഞു, കല്യാണം മുടങ്ങി. അളിയൻ ചതിച്ചതിന്റെ വാശി തീർക്കാൻ മേരിക്കുട്ടി കപ്പിയാരെ അങ്ങ് കെട്ടി. അതിന് മേരിക്കുട്ടിയെ ഞാൻ കുറ്റം പറയൂല, എല്ലാം അളിയന്റെ കുറ്റം തന്നെയാ. നീ ഇതെങ്ങോട്ടാ പോണേ? കള്ളും പുറത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതിന് നീയും നിന്റെ വീട്ടുകാരും കൂടി അവളെ എന്റെ തലയെ കെട്ടിവെച്ചില്ലേ? ഒരു ജീവിതം പോയില്ലേ? നീ കാറി കയറണ്ട, നടന്നു പോയാ ബെൻസി കയറാൻ പറ്റിയൊരു സാധനം. എന്റെ അളിയ പണ്ടം കണ്ടോ നടന്ന കാര്യം പറഞ്ഞോണ്ട് അളിയൻ ഇങ്ങനെ മേരിക്കുട്ടിയെ കണ്ടതാ കുഴപ്പം. പെട്ടെന്ന് ഭ്രാന്തളകും. എത്രയോ നിന്റെ അച്ഛനടാ. ഞാനെന്താണ് കുട്ടികളുടെ ചെണ്ട വരണവന് പോണവനൊക്കെ അടിക്കാൻ? ഓഹോ, ചെറുത്താന്റെ വണ്ടി വന്നു. നിനക്കറിയോ, നിന്റെ അമ്മയുടെ മേരിക്കുട്ടിയുടെ ഓർമ്മയ്ക്കാ എന്റെ മോൾക്ക് ഞാൻ മേരിന്ന് പേരിട്ടത്. എന്റെ ഭാര്യ എതിർത്തു, ബന്ധുക്കൾ പരിഹസിച്ചു, ഒന്നും ഞാൻ കാര്യാക്കിയില്ല. അത്രയ്ക്ക് മനസ്സിൽ കൊണ്ടു നടന്നതാ ഞാൻ നിന്റെ അമ്മയെ. ഇപ്പൊ നിന്റെ മനസ്സിലും എന്റെ മോളുണ്ടെന്ന് എനിക്കറിയാം. നീ അവളെ സ്നേഹിക്കണം. ഞാൻ മേരിക്കുട്ടിയെ സ്നേഹിച്ചതുപോലെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം. അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നത് വരെ സ്നേഹിക്കണം. എന്നിട്ട് വേണം എനിക്ക് അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കണം. അത് ഈ ഇട്ടിയച്ഛൻ്റെ ഒരു വാശിയാ, നിന്റെ അമ്മയ്ക്കുള്ളൊരു മറുപടിയാ. അല്ലാതെ എന്റെ പെണ്ണിനെ നിന്റെ അപ്പം കൊണ്ടുപോയ പോലെ എന്റെ മോളെയും കൊണ്ടുപോകാമെന്ന് വിചാരിക്കണട കപ്പ്യാർക്ക് ഉണ്ടായ മോനെ. അങ്ങനെ നീ വിചാരിച്ചാ നിന്റെ നെഞ്ചത്തുകൂടെ ഈ ബെൻസുകാർ കയറ്റി നിന്നെ കൊല്ലും. ഇട്ടിച്ചായ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിച്ചായന്റെ മോൻ ജോണിക്കുട്ടി എന്നെ തല്ലിയതിനു ശേഷം മേരി അല്ല അവളുടെ നിഴലിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. നീ കാണണം, എന്നാലേ എന്റെ മോഹങ്ങൾ പൂവണി. കേറിക്കോളൂ. നല്ല ബഹുമാനമുള്ള പയ്യനാ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിടറ. സ്ത്രീകളുടെ സീറ്റാ അതിന്. ആ കുട്ടി എത്ര നേരെ വിളിക്കുന്നേ? ചെന്നിരിക്കണോ? ചെല്ല്. എന്നിട്ട് വേണം ആളുകൾ അതും ഇതൊക്കെ പറയാൻ. പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണോ വെറുതെ നമ്പർ? ചെന്നിരിക്കേ.